ശബരിമലയിലെ പ്രതിഷേധം ആസൂത്രിതമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇതിലും കൂടുതൽ ഭക്തർ നേരത്തെയും ശബരിമലയിൽ വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടും അന്നൊന്നും ആരും പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിഷേധത്തിന് പിന്നിൽ UDF-ഉം സംഘപരിവാറുമാകാമെന്നും ശരണം വിളി മുദ്രാവാക്യമായി മാറിയെന്നും മന്ത്രി. വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനാണ് ശ്രമമെന്നും ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ അവേഴ്സ് അവിടെ വന്നിട്ട് നിന്ന് പോയിട്ടുണ്ട്. അന്നൊന്നും ഒരു തരത്തിലുള്ള ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയെടുക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഇത് വളരെ ബോധപൂർവം തന്നെ ചെറിയ ഒരു മണിക്കൂർ 2 മണിക്കൂർ നിൽക്കുമ്പോഴേക്കും മുദ്രാവാക്യം വിളിയാണ്. ശരണം വിളി മാറി പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട്, എനിക്കെതിരായിട്ട്, ഗവൺമെന്റിനെതിരായിട്ട് അത് മനഃപൂർവ്വം വിളിക്കുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക, ഇംഗ്ലീഷിൽ മുദ്രാവാക്യം എഴുതി കൊടുക്കുക, അങ്ങനെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സംഘപരിവാരം ഉണ്ടാവും, കോൺഗ്രസ് UDF ഉണ്ടാവും. UDF-ന്റെ കുറെ നേതാക്കൾ വന്ന് അവിടെ പ്രസ്താവന നടത്തി പോകുന്നല്ലോ, പമ്പയിൽ വന്നിട്ട് പോകുന്നല്ലോ, അതിന്റെ മുകളിലേക്ക് വന്നില്ലല്ലോ ആരും. ഓരോ ആളുകൾ ഓരോ സ്ഥലത്തിരുന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നത് അനുസരിച്ച് അവര് ഇത് ഇവിടെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടൊന്നല്ല, എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്ന്. പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തർ അവിടെ വന്നു പോയല്ലോ. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചൂഷണം ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നു എന്നാണ് നമ്മളെ ഒരു കണക്കുകൂട്ടൽ. വിശ്വാസങ്ങളെ ഒട്ടാക്കി മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതാണ് ചെയ്യുന്നത്. ശരി, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സെയിൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സെയ്ഫ്, തങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. ഈ പ്രതിഷേധം, ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആസൂത്രിതമായി ഉണ്ടാകുന്നതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നമ്മൾ രാത്രിയാണ് മന്ത്രിയോട് സംസാരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും ചില പരാമർശങ്ങൾ വന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തോട് ഈ വിഷയം നമുക്ക് സംസാരിക്കേണ്ടി വന്നത്. അദ്ദേഹം സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അത് ഇപ്പോഴുണ്ടാവുന്ന ഈ തിരക്ക്, അത് ഇപ്പോഴാദ്യമായിട്ടല്ല ശബരിമലയിൽ ഇങ്ങനെ ഒരു തിരക്കുണ്ടാവുന്നത്. കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള തിരക്കുണ്ട്. ഇതിൽ കൂടുതൽ ഭക്തർ ശബരിമലയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിഷേധം ആസൂത്രിതമാണ് എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ട പോലെ തന്നെ അദ്ദേഹം പറയുന്നത് ശരണം വിളി മാറി മുദ്രാവാക്യമായി മാറുകയാണ്. ആൾക്കാർക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തർക്കടക്കം നിർദ്ദേശം കൊടുക്കുകയാണ്, മുദ്രാവാക്യം വിളിക്കണമെന്ന്. ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ സംഘപരിവാർ UDF ആകാം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് സാധ്യമായ, മനുഷ്യന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. 7000 വാഹനങ്ങളായിരുന്നു അവിടെ നിലക്കലിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ വലിയ ഭക്തജന തിരക്ക് വന്ന പശ്ചാത്തലത്തിൽ 500 വാഹനങ്ങൾ കൂടി അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കി. ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. ADGP അടക്കമുള്ളവരുണ്ട്, അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർമാർ ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും പ്രതിഷേധം ഉണ്ടാകുന്നതിന് പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങളാണ് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. സംസ്ഥാന സർക്കാർ ഈ ശബരിമല മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ഡലകാലത്തെ എങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ആലോചന നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് മൊത്തത്തിൽ വരുത്തിയത്. എന്നിട്ടും സർക്കാരിനെതിരെ ഇതിനെ തിരിക്കാൻ വേണ്ടി, വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുകയാണ്. അത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന് പൂരവുമായി ബന്ധപ്പെട്ട കാര്യം, അത് പൂരം എന്ന് പറയുന്ന ഒരു ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും ഈ പൂരത്തെ പോലും ഹൈന്ദവവൽക്കരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് പൂരവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം, പൂരവുമായി ബന്ധപ്പെട്ട വിഷയമെല്ലാം വർഗീയവൽക്കരിച്ചുകൊണ്ട് അത് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം സംഘപരിവാറും UDF-ഉം കൂടി നടത്തുന്നു എന്ന ആരോപണമാണ് ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത്. അമൃത.